സ്തോത്രം. നാളിതുവരെ ഇമ്മാനുവേലിന്റെ വിരിക്കപ്പെട്ട ചിറകടിയിൽ നമ്മെ മറച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും ബഹുമാനവും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ദൈവവലഭാഗെ ഇന്നും നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. വിശേഷിച്ച് കർത്താവിന്റെ ദാസന്മാരെ, അവരുടെ സാന്നിധ്യത്തെ ഞാൻ പ്രത്യേകാൽ അഭിനന്ദിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം അവസരം തരുന്നല്ലോ. ഇന്നലെയും കർത്താവിന്റെ ദാസനിലൂടെ നിങ്ങളെല്ലാവരും തന്നെ നല്ല ദൈവവചന ചിന്തകൾ പ്രാപിച്ചു എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ആ കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തോടുള്ള നന്ദി ഹൃദയത്തിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കുഞ്ഞാടിന്റെ പുസ്തകം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിൽ സഭകളെ കുറിച്ചുള്ള സന്ദേശങ്ങളാണ്. അതിൽ 5ാമത്തെ സഭയായ സർദീസിനെ കുറിച്ച് 3ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ പറയുന്ന വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് സർദീസിലെ സഭയ്ക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൊടുത്ത വാഗ്ദത്തങ്ങൾ എന്തെല്ലാം എന്നുള്ളതായിരുന്നു. നാം ഓർക്കുന്നുണ്ടാകും എത്ര വാഗ്ദത്തങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുവെന്ന്. 6, 7 സ്തോത്രം. ഓക്കെ, 6 എണ്ണം. റൈറ്റ്. 6 വാഗ്ദത്തങ്ങളെ പറ്റി നാം ചിന്തിച്ചു. ഒന്നും കൂടെ നമുക്കതിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ, അല്ലെ 3ഉം കൂടെ ചേർത്ത് വായിക്കാം. 3, 4, 5 വാക്യങ്ങൾ. Remember then what you received and heard. Keep it and repent. If you will not wake up, I will come like a thief, and you will not know at what hour I will come against you. Yet you have still a few names in Sardis, people who have not soiled their garments, and they will walk with me in white, for they are worthy. The one who conquers will be clothed thus in white garments, and I will never blot his name out of the book of life. I will confess his name before my Father and before his angels. സ്തോത്രം. താങ്ക് യു ആനി സിസ്റ്റർ. നാം അവിടെ 6 വാഗ്ദത്തങ്ങളെ പറ്റി കണ്ടു. ഒന്നാമത് യോഗ്യന്മാർ എന്നുള്ള നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യപത്രമാണ്. 2 കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം, ഞാൻ വരും. സ്തോത്രം. അത് വളരെ ആശ്വാസകരമാണ്. കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തമാണ് ക്രിസ്തുഭക്തന്മാർക്ക് ഈ ഭൂമിയിൽ ആശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സ്തോത്രം. അതുപോലെ കഷ്ടതകൾ സഹിക്കുവാൻ നമുക്ക് പ്രേരകമാകുന്നത്, സുവിശേഷം അറിയിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്നത് ഒക്കെ കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. 3ാമത് നമ്മൾ കണ്ടു, കൂടെന്ന് വരാമോ?
We will be with him. We will sit with him. കർത്താവിനോട് കൂടെ നാം ആയിരിക്കും എന്നുള്ള വാഗ്ദത്തം. നാലാമത്, They will wear white. വെള്ള ധരിക്കുന്നതിനുള്ള അധികാരം കർത്താവ് നമുക്ക് തരും. വെള്ളയുടുപ്പ് ധരിക്കും. അഞ്ചാമത്, Their names will not be blotted out from the book of life. പ്രൈസ് ഗോഡ്, ജീവപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേരുകൾ മായ്ച്ചു കളകയില്ല. അതായത് നരകത്തിലേക്ക്, തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ആക്കുകയില്ല. പകരം ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും എന്നതാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ആറാമതായി നമ്മൾ കണ്ടു, We will confess our names before the Father and the angels. ഹല്ലേലൂയ, സ്തോത്രം. പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും അങ്ങനെയുള്ളവരുടെ പേര് കർത്താവ് ഏറ്റുപറയും. സ്തോത്രം. അതായിരുന്നു നാം ഏറ്റവും ഒടുവിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇത്രയും ഭാഗങ്ങളിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. പാസ്റ്റർ, ഒരിക്കലെങ്ങാണ്ട് പാസ്റ്റർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ ദൂതന്മാരുടെ മധ്യത്തിൽ പറഞ്ഞു. അങ്ങനെ വിശുദ്ധ ദൂതന്മാരെന്നൊരു പ്രയോഗം നമുക്ക് ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. കാരണം വീണുപോയ ദൂതന്മാരിൽ നിന്ന് ഇവരെ തിരിച്ച് അറിയുന്നതിന് വേണ്ടി മാത്രം. കാരണം വീണുപോയ ദൂതന്മാരെ കുറിച്ച് പ്രത്യേകാൽ പത്രോസിന്റെ 2-ാം ലേഖനവും യൂദായുടെ ലേഖനവും നമ്മെ പഠിപ്പിക്കുന്നു. അവരിൽ നിന്ന് ദൈവത്തിന്റെ വീണുപോകാത്ത ദൂതന്മാരെ, അത് ഒന്നെടുത്ത് കാണിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ദൂതന്മാർ എന്ന പ്രയോഗം തെറ്റില്ല. ആ ഡിഫറൻഷിയേഷന് വേണ്ടി മാത്രം. കാരണം 2 തരത്തിലുള്ള ദൂതന്മാരുണ്ട്. വീണുപോയവരുമുണ്ട്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ, വീണുപോയവർ. അവരിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കാൻ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സ്തോത്രം. മറ്റെന്തെങ്കിലും? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നാം ഒടുവിലത്തെ ഭാഗം ഒന്നും കൂടെ ഉപസംഹരിച്ച് അവിടെ നമുക്ക് വിടാം. നാം അവിടെ 5-ാമത്തെ വാക്യത്തിൽ കണ്ടു, കർത്താവായ യേശു തനിക്ക് ഉള്ളവരുടെ പേര് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലും ദൈവത്തോടു കൂടെയുള്ള ദൂതന്മാർ, അവരെയാണ് നമ്മൾ വിശുദ്ധ ദൂതന്മാർ എന്ന് വിളിച്ചത്, ആ ദൂതന്മാരുടെ മുൻപിലും ഏറ്റുപറയുന്നു. അവിടെ പിതാവായ ദൈവവും ദൂതന്മാരും മാത്രമായിരിക്കില്ലല്ലോ, വീണ്ടെടുക്കപ്പെട്ട സകല ജനങ്ങളും ഉണ്ടായിരിക്കും, മുഴുവൻ ഭക്തന്മാരും ഉണ്ടായിരിക്കും. ഹാബേൽ തുടങ്ങി ഇങ്ങോട്ടുള്ള സകല ഭക്തന്മാരും, എണ്ണമറ്റ വിശുദ്ധന്മാരുടെ സംഘം അവിടെ ഉണ്ടാവും. അവരുടെയും കൂടെ മുൻപിലാണ് നമ്മുടെ കർത്താവ് തനിക്കുള്ളവരുടെ പേര് ഏറ്റുപറയുന്നത്. നമ്മൾ മത്തായി 7-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചതാണ്. ഇവർ എന്റേത് എന്ന യേശുവിന്റെ ഏറ്റുപറച്ചിലാണ്, സാക്ഷീകരണമാണ്. സ്തോത്രം. നമ്മെ ആ വലിയ സദസ്സിന് പരിചയപ്പെടുത്തുന്നതാണത്. പിതാവിന്റെ മുമ്പിൽ നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. കാരണം പിതാവും
പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നാം ആരാണ്, നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ജീവിച്ചു എന്നൊക്കെ ഉള്ളത് പിതാവിന്റെ മുമ്പിൽ പിതാവിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് പിതാവിനോടല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പേര് ഏറ്റുപറയുന്നത് പിതാവിനോടല്ല, പക്ഷേ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? സ്തോത്രം. പിതാവിനോടല്ല. കാരണം പിതാവിന് അങ്ങനെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല. ഇല്ലാതെ തന്നെ ത്രിയേക ദൈവം നമ്മെപ്പറ്റി അറിയുന്നു. എന്നാൽ പിതാവായ ദൈവവും ഉള്ള സദസ്സിൽ വെച്ച്, ആ മഹൽ സദസ്സിൽ വെച്ച്, എണ്ണമറ്റ വിശുദ്ധന്മാരുടെ സംഘത്തിലാണ്, അവരോടാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. അവരോടാണ്. സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ? ഒരു വലിയ സദസ്, ആ സദസ്സിലെ ഏറ്റവും പ്രധാനി പിതാവായ ദൈവമാണ്. ദൈവം അവിടെ ഉള്ളത് കൊണ്ട് ദൈവദൂതന്മാരും അവിടെയുണ്ട്. സ്തോത്രം. ദൈവദൂതന്മാരുമുണ്ട്. ആ സദസ്സിലാണ് നമ്മെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ധാരാളം വിശുദ്ധന്മാരുള്ളത്. അവർക്ക് നമ്മളെ അറിയില്ല. ചുരുക്കം ചിലർ, ഇപ്പം നമ്മളെ അറിയാവുന്ന ചിലരൊക്കെ അവിടെ കാണുമായിരിക്കും. സ്തോത്രം. നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരികളായിട്ട് തീരുമ്പോഴും ദൈവത്തെ പോലെ സർവജ്ഞാനികളാകുന്നില്ല. അതുകൊണ്ട് മറ്റ് വിശുദ്ധന്മാരെ കുറിച്ച് അവരുടെ പൂർവകാല ചരിത്രമൊന്നും നമുക്കറിയില്ല. പൂർവകാല ചരിത്രം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കർത്താവ് അവിടെ പറയുകയില്ല. അത് ക്ഷമിച്ചെങ്കിൽ അത് കർത്താവ് മറന്നു, പിന്നവയെ ഓർക്കുന്നതേ ഇല്ല. എന്നാൽ ഇവിടെ നമ്മുടെ പേര് പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും ഏറ്റുപറയും എന്ന് പറയുമ്പോൾ നമ്മെപ്പറ്റിയുള്ള നന്മകൾ മനുഷ്യരാരും അറിയാത്ത, ദൈവത്തിന് മാത്രം അറിയുന്ന, നാം അവിടെ ചെന്നെത്തുവാൻ കാരണമായ, നമുക്ക് പ്രതിഫലങ്ങൾ ലഭിപ്പാൻ കാരണമായ വിഷയങ്ങളെ കർത്താവായ യേശു തന്നെ ആ വലിയ സദസ്സിൽ അവതരിപ്പിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ കൂടെ താമസിക്കുന്ന ഭാര്യയോ ഭർത്താവോ മക്കളോ ഏറിയ വർഷങ്ങൾ നമ്മൾ കൂട്ടായ്മ ആചരിച്ച നമ്മുടെ സഭയിലെ പാസ്റ്ററോ കൂട്ടുവിശ്വാസികളോ ഒന്നും അറിയാത്തതും തിരിച്ചറിയാത്തതും, അറിയാത്തതും തിരിച്ചറിയാത്തതുമായ ഒത്തിരി ആത്മീയ നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ആ രണ്ട് പദങ്ങൾ മനസ്സിലായല്ലോ? ചിലത് അറിയില്ല, ചിലത് അറിയാമെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം വിലമതിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ട്. അത് പലരും ശ്രദ്ധിക്കാറില്ല, പലരും അത് ഗവനിക്കാറില്ല, തിരിച്ചറിയാറില്ല. സത്യത്തിൽ ആ കാര്യങ്ങൾ, വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള മൂല്യവത്തായ കാര്യങ്ങൾ നമ്മൾ അറിയുകയും തിരിച്ചറിയുകയും
അതിൻ പ്രകാരം അവരെ ആദരിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് അതൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് വിശുദ്ധന്മാരെ വേണ്ടതുപോലെ മാനിപ്പാനും നമുക്ക് കഴിയാതെ പോകുന്നു. ഗ്രഹിക്കാൻ പ്രയാസമില്ലല്ലോ? സ്തോത്രം. വിശദമാക്കേണ്ടതുണ്ടോ? ഒന്നുകൂടി പറയൂ. ഇപ്പോൾ ബിന്ദു സിസ്റ്ററിന്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി ഗുണഗണങ്ങൾ ഉണ്ടാവാം. അത് ഞങ്ങൾക്കാർക്കും അറിയണം എന്നില്ല. ചിലത് ചിലപ്പോൾ ഞങ്ങൾക്കറിയാം. ഒരു ഉദാഹരണത്തിന് ബിന്ദു സിസ്റ്റർ എന്നും നമ്മുടെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. എനിക്കും ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഞങ്ങൾക്കൊക്കെ അറിയാം. അറിയാമെങ്കിലും ബിന്ദു സിസ്റ്ററിന്റെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിന്റെ ഉദ്ദേശമോ അതിനുവേണ്ടി ബിന്ദു കൃഷ്ണൻ എന്ന സഹോദരി കൊടുക്കുന്ന വിലയോ ഞങ്ങൾ ആരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ചിലത് ഞങ്ങൾക്ക് അറിയാം, എങ്കിൽ കൂടെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും സിസ്റ്ററിന്റെ ജീവിതത്തിലുണ്ട്. അവയെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് ബിന്ദു കൃഷ്ണൻ എന്ന സിസ്റ്ററിനെ ഞങ്ങൾക്ക് മാനിക്കേണ്ടതുപോലെ, ബഹുമാനിക്കേണ്ടതുപോലെ, ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പലരുടെയും ജീവിതത്തിലെ നന്മകളെ കുറിച്ച് നാം എപ്പോഴാണ് അറിയുന്നത്? അതെ, മരിച്ചു കഴിഞ്ഞിട്ട് അനുശോചനം പറയുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഈ മനുഷ്യൻ ഇങ്ങനൊക്കെ ജീവിച്ച മനുഷ്യനായിരുന്നു, അറിഞ്ഞില്ലല്ലോ. അറിയാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് മാനിക്കാൻ സാധിച്ചില്ല. ചിലരുടെയൊക്കെ ആണെങ്കിൽ അനുശോചന സമയത്ത് പോലും അറിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഈ വിഷയങ്ങളൊക്കെ ഈ പ്രത്യേക സദസ്സിൽ പിതാവായ ദൈവവും, അതായത് ത്രിയേക ദൈവം, ദൂതന്മാരും എണ്ണമറ്റ വിശുദ്ധന്മാരുമുള്ള മഹൽ സദസ്സിൽ ഓരോരുത്തരെ തൻ്റെ അടുക്കൽ വിളിച്ചു നിർത്തി നാം ആരും അറിഞ്ഞിട്ടില്ലാത്ത, തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ രഹസ്യങ്ങളെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തും. സ്തോത്രം. ഇപ്പോൾ മനസ്സിലായോ കാര്യം? സ്തോത്രം. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ച സിസ്റ്റർ ബിന്ദു കൃഷ്ണൻ എനിക്ക് 1-2 പ്രാവശ്യം നമ്മുടെ മോള് ഹന്ന സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അങ്കിളെ, നമ്മുടെ ബിന്ദു ആന്റിയുടെ നോട്ട്സ് കണ്ടോന്നും ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഹന്നയ്ക്ക് ഇത് എവിടുന്ന് കിട്ടി? നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ കാണുകയോ വല്ലതും ചെയ്തോ? പറഞ്ഞു, ഇല്ല അങ്കിൾ, ആന്റിയുടെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നതാണിത്. നമ്മുടെ ക്ലാസ്സിലെയും എനിക്ക് തോന്നുന്നു സിസ്റ്ററിന്റെ ചർച്ചിലെ ക്ലാസ്സുകളിലെയും ഒക്കെ നോട്ട്സ് താന് വാട്സപ്പിന്റെ ആയിരിക്കും, എന്തിന്റെ ആണെന്നറിയില്ല, സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരിക്കുന്നു. അത് നിമിത്തം തൻ്റെ പ്രൊഫൈലും ഒക്കെ നോക്കുന്നവർക്ക് ഇതെല്ലാം കാണാനും അറിയാനും വായിക്കാനും സാധിക്കുന്നു. അതൊക്കെ
ആരിലേക്കെങ്കിലുമൊക്കെ ഈ സന്ദേശങ്ങൾ എത്തിക്കുവാൻ കാരണമാകുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല, ഹന്ന അത് കണ്ടു, എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ അത് അറിഞ്ഞു. അത് ഞാൻ അറിഞ്ഞപ്പോൾ അതിന്റെ മൂല്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇത് ഞാൻ ഈ പരസ്യമായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും അത് വളരെ നന്നായിട്ടുള്ള കാര്യമാണെന്ന ഒരു തിരിച്ചറിവുണ്ടാകുന്നു. ഇങ്ങനെ എത്രയോ ഗുണഗണങ്ങൾ നമ്മിൽ പലരിലുമുണ്ട്. അത് നാം ആരും അറിഞ്ഞിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. അതിൽ ചിലത്, എന്നിലുള്ള ചിലത് എനിക്ക് പോലും അറിയില്ല ദൈവം വിലമതിക്കുന്നതാണെന്നത്. മനസ്സിലായോ? നമ്മിൽ ഓരോരുത്തരിലുമുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ നമുക്ക് പോലും അറിയില്ല ദൈവം അവകൾക്ക് എന്ത് വിലമതിക്കുന്നു എന്ന്. സ്തോത്രം. പക്ഷേ അന്ന് ആ മഹൽ സദസ്സിൽ കർത്താവ് ആ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും, അയ്യോ, ഇങ്ങനെയും ഇതിനും ദൈവം ഇത്രയും വിലമതിച്ചോ? ഇതെന്നെ കുറിച്ച് തന്നെ ആണോ ഈ പറയുന്നത്? എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. തെളിവ് മത്തായി 25-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ന്യായവിധി നടക്കുന്നുണ്ട്. ആ ന്യായവിധിക്ക് പറയുന്ന പേര് തേജസ്സിന്റെ സിംഹാസന ന്യായവിധി എന്ന. From Matthew 25 verses 31 following, we have description of a judgment which is called judgment of the throne of glory. തേജസ്സിന്റെ സിംഹാസന ന്യായവിധി. When Christ will come to this world, onto this earth, and he will set up his throne of glory, and he will bring all the living Gentiles then, and he will separate them into right and left as sheep and goats, and to the right siders he will approve them. എന്റെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തേജസ്സിന്റെ സിംഹാസനം വയ്ക്കും. കർത്താവ് അതിൽ ഇരിക്കും ന്യായാധിപനായി. അന്ന് ജീവനോടുള്ള ജാതികളെ തന്റെ അടുക്കൽ ചേർക്കും. അവരെ ഇടത്തും വലത്തുമായി രണ്ടായിട്ട് തിരിക്കും. വലത്തുള്ളവരോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് തിന്മാൻ തന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ വലത്തുള്ളവർ എന്തായിരിക്കും തിരിച്ച് കർത്താവിനോട് പറയുന്നത്? ആഹാ കർത്താവേ, നിനക്ക് ഇതൊക്കെ മനസ്സിലായിരുന്നല്ലേ? ആണോ? അല്ല, എന്താ അവർ ചോദിക്കുന്നേ? കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? കണ്ടോ? അപ്പോൾ അവർ അത്ഭുതം കൂറി കർത്താവിനോട് ചോദിക്കും, അയ്യോ കർത്താവേ, ഞങ്ങൾ എപ്പോഴാ ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്ക്? നിന്നെ ഞങ്ങൾ ഉടുപ്പിച്ചതെപ്പോഴാ? നിനക്ക് വല്ലതും തിന്നാൻ തന്നതെപ്പോഴാ? കുടിക്കാൻ തന്നതെപ്പോഴാ? ഏത് ആശുപത്രിയിൽ വെച്ചാ ഞങ്ങൾ നിന്നെ സന്ദർശിച്ചത്? അവര് ചെയ്തതാണ്. പക്ഷെങ്കിൽ അവർക്ക് പോലും ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയോ? ഇല്ല. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ, നമ്മിലുള്ള നന്മകൾ,
നമ്മൾ ചെയ്തിട്ടുള്ള ചില ക്രിയകൾ നമ്മൾ പോലും അതിന്റെ വില അറിഞ്ഞിട്ടില്ല. നാം പോലും അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടില്ല. സ്തോത്രം. പക്ഷേ കർത്താവ് അതെല്ലാം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരുന്നു. മൊർദെഖായി പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല രാജാവിനെതിരെ കോൺസ്പിറൻസി നടത്തിയ, ഗൂഢാലോചന നടത്തിയവരെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് രാജാവ് അത് തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും എന്തെങ്കിലും പ്രതിഫലത്തിന് താൻ യോഗ്യനാണെന്നും. മനസ്സിലായോ? മൊർദെഖായിക്ക് പോലും തോന്നിയിട്ടുണ്ടാവില്ല. അത് തന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി മാത്രം ചെയ്തിട്ടേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ ഒരു ന്യായവിധി വരുന്നുണ്ട്. അന്ന് പ്രതിഫലം വിശുദ്ധന്മാർക്ക് കർത്താവ് വിഭജിക്കും. ആ നാളിൽ നാം പോലും തിരിച്ചറിയാത്ത, നാം പോലും വിലമതിച്ചിട്ടില്ലാത്ത, എന്നാൽ നമ്മിൽ ഉണ്ടായിരുന്ന, നാം ചെയ്തു വന്ന പല കാര്യങ്ങളെയും അതിന്റെ മൂല്യം എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരും. സ്തോത്രം. അന്ന് ബാക്കി പറഞ്ഞു. സത്യ പറഞ്ഞ ശരിയാ. അന്ന് ഓരോരുത്തന് പുകഴ്ചയുണ്ടാകും. സ്തോത്രം. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. സ്തോത്രം. അന്ന് എന്ന് പ്രതിഫലം വിഭജിക്കുമ്പോൾ. സ്തോത്രം. 2 പ്രത്യേക കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഫല വിഭജനത്തിൽ നടക്കുന്ന 2 കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, ഇരുട്ടത്തുള്ളത് കർത്താവ് എന്ത് ചെയ്യും? വെളിച്ചത്താക്കും. 2, നമ്മുടെ ഹൃദയത്തിന്റെ ആലോചനകളെ വെളിപ്പെടുത്തും. അല്ലെ? അത് 2 അല്ലേ അവിടെ ഉള്ളത്? 4-ാമത്തെ വാക്യത്തിൽ, 4-ാം അധ്യായത്തിന്റെ അല്ല 3-ാം അധ്യായത്തിന്റെ സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 3 മുതലാണ്. അതിൽ 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 Corinthians 4:4 പ്ലീസ്. 5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. സ്തോത്രം. അപ്പോൾ ഇരുട്ടത്തിരിക്കുന്നതും ഹൃദയത്തിന്റെ ആലോചനകളും വിശുദ്ധന്മാരുടെ ന്യായവിധി സമയത്ത് ദൈവം ഇത് ചെയ്യുമ്പോൾ ആരെക്കുറിച്ചാണോ കർത്താവ് ഇത് ചെയ്യുന്നത് അവർക്ക് ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. സ്തോത്രം. പിതാവായ ദൈവത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം എങ്കിലും പിതൃസന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും വിശുദ്ധന്മാരുടെ സഭയിലും വച്ച് യേശുക്രിസ്തു ന്യായാധിപൻ എന്നതുപോലെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ പിതാവ് അവിടെ ചുമ്മാതിരിക്കില്ല. പിതാവ് ത്രിയേക ദൈവം എന്ത് ചെയ്യും? നമ്മെ അനുമോദിക്കും. സ്തോത്രം. കൂടെ ഉണ്ടല്ലോ എല്ലാവരും? സ്തോത്രം.
അപ്പോൾ 1 കൊരിന്ത്യർ 4:5 അവസാന ഭാഗത്ത് നാം കാണുന്നു, ദൈവത്തിൽ നിന്ന് നമുക്കന്ന് പുകഴ്ചയുണ്ടാകും എന്ന് പറഞ്ഞാൽ God will praise us. സ്തോത്രം. ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച മറ്റൊരു വാക്യവും കൂടി ഇതോട് ചേർത്ത് വായിച്ചോളൂ. ജോൺ 12:26. യോഹന്നാൻ 12:26 വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. സ്തോത്രം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇവിടെ പിതാവ് മാനിക്കുന്ന കാര്യം കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിച്ചു, പിതാവ് പുകഴ്ത്തും. ഇവിടെ പറയുന്നു പിതാവ് മാനിക്കും. സ്തോത്രം. പിതാവ് മാനിക്കും. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ 12-ാം അധ്യായത്തിന്റെ 37 വാക്യം. യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇവിടെ ദൈവം നമുക്ക്, കർത്താവ് നമുക്ക് ശുശ്രൂഷ ചെയ്യും. എന്ത് ശുശ്രൂഷയാണെന്ന് തിട്ടമില്ല. സ്തോത്രം. പക്ഷെ പറഞ്ഞിരിക്കുന്നു, ഈ 3 പ്രയോഗങ്ങൾ കണ്ടോ? ദൈവം നമ്മെ പുകഴ്ത്തും, നമ്മളെ അഭിനന്ദിക്കും, ദൈവം നമ്മെ മാനിക്കും, കർത്താവ് നമ്മെ ശുശ്രൂഷിക്കും. നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന ഈ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളൊക്കെ ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. ഇതിനാധാരമാണ് ദൈവപുത്രൻ നമ്മെ ആ സദസ്സിൽ എന്ത് ചെയ്യുന്നത്? പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. പരിചയപ്പെടുത്തുന്നത്. നമ്മുടെയുമൊക്കെ സ്ഥാപനങ്ങളിൽ, സ്കൂളിൽ, സഭയിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. ഒരു സ്ഥാപനത്തിന്റെ ചീഫിന് സ്കൂളിലെ മുഖ്യ അധ്യാപകന്, പ്രിൻസിപ്പലോ ഹെഡ് മാസ്റ്ററോ ആരും ആകട്ടെ, നമ്മുടെ ഓഫീസുകളിലെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളിലെ പ്രധാനപ്പെട്ട ആളിന്, മാനേജർ ഉൾപ്പെടെ ആരാണോ അവിടുത്തെ ചീഫ്, നമ്മുടെ സഭയിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക്, പാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർക്ക്, നമ്മൾ മാനിക്കാൻ പോകുന്ന വ്യക്തിയുടെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ അറിയാമെങ്കിലും അവര് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇവരെ പരിചയപ്പെടുത്തുന്ന മറ്റാരെങ്കിലും ഉണ്ടാവും, ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്ന ആരെങ്കിലും. അതൊക്കെ കഴിയുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട വ്യക്തി എഴുന്നേറ്റ് 2 വാക്ക് പറയുന്നത്, ചിലപ്പോൾ ഒരു സമ്മാനം കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? അല്ല, നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് ആ പ്രധാനപ്പെട്ട വ്യക്തിയാ. ഇതുപോലെ പിതാവ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നെങ്കിലും പുത്രൻ നമ്മെ പരിചയപ്പെടുത്തി കഴിയുമ്പോഴാണ് നമ്മെ പിതാവ് മാനിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ, ധാരാളം പാട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി തരും ഓരോരോ
ബഹുമാനങ്ങൾ. തരുമോരോരോ ബഹുമാനങ്ങൾ. ബഹുമാനങ്ങൾ ബഹുമാനങ്ങൾ. ആമേൻ, സ്തോത്രം. തരും ഓരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. അപ്പൊ കർത്താവ് നമ്മെ പ്രശംസിക്കുകയാണ് ഇവിടെ. പ്രിയരെ, നമ്മുടെ പല ചെയ്തികൾക്കും ഒരു പ്രതിഫലവും ലഭിച്ചില്ലെങ്കിലും അംഗീകാരവും ലഭിച്ചില്ലെങ്കിലും ഇവിടെ വെച്ച് ചിലപ്പോൾ നമുക്ക് നിരാശ തോന്നിയേക്കാം, അല്ലേ? സ്തോത്രം. നമ്മുടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഇല്ലാതെ, നമ്മുടെ കറണ്ട് ചാർജ് കൊടുക്കാതെ നമുക്ക് ഉള്ള നന്മ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം ചിലവിടുന്നു. അത് അങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്തതെന്ന് അറിയാൻ, മറ്റുള്ളവർ അറിയണമെന്നൊരു ആഗ്രഹം ചിലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല, പക്ഷെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ ആരും ഗൗനിക്കത്തേയില്ല. അന്നേരം ഒരു ചെറിയ പ്രയാസം. ചിലപ്പം ചിലർ തീരുമാനിക്കും, ഇനിയിപ്പം ഒരു പണിയില്ല, ഇനിയിപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. നിർത്തരുത്. ഇവിടെ ആരും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും സ്തോത്രം, അതൊക്കെ കുറിച്ചു വെക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ഗാഡ്. സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ഒന്നിലധികം പ്രാവശ്യം ചിന്തിച്ച ഒരു വാക്യമുണ്ടല്ലോ. സ്തോത്രം. ഹീബ്രൂസ് ചാപ്റ്റർ 6 9 to 12 ആണ്. 9 and 10, 9ഉം 10ഉം ഒന്ന് വായിച്ചോളൂ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. സ്തോത്രം. മനസ്സ് മടുത്ത്, പരിപാടി മതി, ഇനി ഞങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നൊക്കെ തീരുമാനിച്ചിരുന്ന എബ്രായ വിശ്വാസികളോട് എഴുത്തുകാരൻ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ശുഭകരമായ ചില ചിന്തകളുണ്ട്. എന്നിട്ട് അവരെ ധൈര്യപ്പെടുത്തിയ 10-ാം വാക്യത്തിൽ, നിങ്ങൾ എന്ത് ചെയ്തു? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനോട് തത്തുല്യമായി കണ്ടുകൊണ്ട് അവർ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവർ അധ്വാനിച്ചു, അവർ ചിലവിട്ടു. പക്ഷേ അവർ പ്രതീക്ഷിച്ച അംഗീകാരമോ പ്രതിഫലമോ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ മനസ്സ് മടുത്തു. ഇനിയും ഈ പരിപാടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവരെത്തി. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ചെയ്തതൊന്നും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളവനല്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ക്രിസ്ത്യൻ വെർച്യൂസ്, ക്രിസ്തീയ മൂല്യങ്ങൾ, സ്തോത്രം, ക്രിസ്ത്യൻ വാല്യൂസ് ഈ ലോകത്തിൽ ആരും തിരിച്ചറിഞ്ഞെന്ന് വരില്ല കേട്ടോ. നമ്മള് ബിയാറ്റിറ്റ്യൂഡ്സും ഒക്കെ പഠിച്ചപ്പോഴേ, സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം പഠിച്ചപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാ ദൈവീക സ്വഭാവങ്ങൾ വിട്ടുകളയുന്നത്? വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മണ്ടന്മാരെന്ന് കാണാൻ തുടങ്ങുമ്പോൾ, എന്നാ പിന്നെ ഞാനും കാണിച്ചു തരാം എന്ന ഒരു നിലയിലേക്ക് നമ്മൾ മാറുന്നു.
ശരിയല്ലേ? സ്തോത്രം. അതിനാ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പണ്ട് പറയുമായിരുന്നൊരു ഉദാഹരണം, എടാ മോനെ, ഫലമുള്ള വൃക്ഷത്തിനെ ഏറ് കിട്ടൂ, മാമ്പഴം കായ്ക്കുന്ന വൃക്ഷത്തിന് ഏറ് കിട്ടൂ. ഈ പ്രാവശ്യം ഒരു മാവ് നല്ല പോലെ കായ്ച്ചു, പക്ഷേ ആൾക്കാരൊക്കെ എറിഞ്ഞും തല്ലിയും ഒക്കെ മാങ്ങ പറിച്ചപ്പോൾ അതിന്റെ പല കൊമ്പുകളും ഒടിഞ്ഞുപോയി, പല ശാഖകൾ, ബ്രാഞ്ചസ് ഒടിഞ്ഞുപോയി. അപ്പം ഈ മാവ് തീരുമാനിക്കുമോ അടുത്ത വർഷം കാണിച്ചു തരാം? ഇല്ല. സ്തോത്രം. അത് അടുത്ത വർഷവും കായ്ക്കും. അതിന്റെ സ്വഭാവം അത് വെളിപ്പെടുത്തും. ഇതുപോലെ സ്തോത്രം, നമ്മൾ കായ്ക്കുന്ന ഒരു സൽഫലത്തെ നമ്മുടെ കൂട്ടുവിശ്വാസികളോ കുടുംബാംഗങ്ങളോ സമൂഹമോ തിരിച്ചറിയുകയോ അംഗീകരിക്കുകയോ അഭിനന്ദിക്കുകയോ പ്രതിഫലം തരികയോ ചെയ്തില്ലെന്ന് കരുതി നമ്മുടെ മനസ്സ് മടുക്കരുത്, പരിപാടി മതിയാക്കരുത്. ഞാൻ വന്നാൽ അവനെ പോലെ അവളെ പോലെ ഒന്നാകട്ടെ എന്ന് ചിന്തിക്കരുത്. അവരെ പോലെ നമുക്കും ഒന്നായാൽ എന്താ എന്ന് പോലും ചിന്തിക്കരുത്. എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും? കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയല്ല, പകരം ഇതെല്ലാം സ്തോത്രം ഭക്തൻ പറയുന്നത് പോലെ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അതും നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതെ, ഇവയെല്ലാം ഒന്നും വിട്ടുപോകാതെ, എൻഷ്യല് മാറാതെ, അപ്പന്റെ പേരും വീട്ടുപേരും ഒന്നും മാറാതെ നമ്മുടെ തന്നെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന കൃത്യസമയമാകുമ്പോൾ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും അത് ഏറ്റുപറഞ്ഞ് നമ്മെ അംഗീകരിച്ച് മാനിച്ച് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. സ്തോത്രം. അന്ന് കർത്താവ് നമ്മെക്കുറിച്ച് നാണിക്കരുത്, ഇന്നും നാണിക്കരുത്, അന്നും നാണിക്കരുത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതുപോലെ തന്നെ നിത്യതയിലും നമ്മുടെ കർത്താവ് എന്ന് വിളിക്കപ്പെടാൻ നമ്മുടെ കർത്താവിന് നാണം തോന്നരുത്. അയ്യേ, അവനെ കുറിച്ചാണോ? ഞാനൊന്നും പറയുന്നില്ല എന്ന് ആരും പറയരുത്, കർത്താവ് പറയരുത്. സ്തോത്രം. പകരം നമ്മെക്കുറിച്ച് ദൈവം നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്, സ്തോത്രം, ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുന്നതിന് കാരണമാകണം. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന, സ്തോത്രം, 6ാമത്തെ വാഗ്ദത്തം. അതേക്കുറിച്ച് നമ്മൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളും അന്ന് വായിച്ചിരുന്നു, മിനിയാന്ന് വായിച്ചിരുന്നു. ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ, സ്തോത്രം, കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ സാക്ഷിക്കുവാൻ ലജ്ജിക്കുന്നവരെ കുറിച്ച് നമ്മുടെ കർത്താവും പിതാവിന്റെ സന്നിധിയിൽ ലജ്ജിക്കും. ഓർത്തു നോക്കിക്കേ, യേശുവിനെ സാക്ഷീകരിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് നാണം തോന്നാറുണ്ടോ? വേദപുസ്തകം പരസ്യമായി പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ, നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന്, നമ്മൾ പെന്തക്കോസ്തുകാരാണെന്ന് പരസ്യമായി പറയുവാൻ നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? ഒരു പരസ്യ സ്ഥലത്ത് വെച്ച് യേശുവിനെ കുറിച്ച് പറയാൻ
നമുക്ക് നാണം തോന്നുന്നുണ്ടോ? മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പങ്കുവെക്കുന്നതിൽ നാം ലജ്ജിതരാണോ? എങ്കിൽ ഈ പ്രത്യേക സദസ്സിൽ വെച്ച് കർത്താവും നമ്മളെക്കുറിച്ച് നാണിക്കും. എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. We are supposed to testify to the empty tomb of Christ. യേശു ക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷികളാകേണ്ടവരാണെന്ന്. We are ought to bear witness for the cross of Christ. We are supposed to evangelize the world despite who we are, despite you are not a pastor. ഒരു പാസ്റ്റർ അല്ലാത്ത വ്യക്തിയും നാം ആരാണ് എന്ന പ്രത്യേക പരിഗണനകളൊന്നുമില്ലാതെ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ മറ്റുള്ളവരോട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ പറ്റി അറിയിക്കണം. സുവിശേഷം പറയുന്നവരാകണം. എവിടെയും എപ്പോഴും അതിന് നാം ഒരുങ്ങിയിരിക്കണം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന പല അവസരങ്ങളും നമ്മൾ പാഴാക്കി കളയുന്നു. മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയാൻ നമുക്ക് കഴിയാത്തതിന് പ്രധാന കാരണം ലജ്ജാശീലമാണ്, ലജ്ജാഭാരമാണ്. യേശുവിനെ പറ്റി പറയാൻ നമുക്ക് നാണമാ. എന്നാൽ സുവിശേഷം എന്ന വിഷയമൊന്നും മാറ്റി മറ്റെന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ടെ മണിക്കൂറുകൾ ചിലപ്പോൾ സംസാരിക്കും അല്ലെ. രാഷ്ട്രീയമോ സ്പോർട്സ് ആൻഡ് ഗെയിംസോ വേറെ എന്ത് വിഷയമായാലും സുവിശേഷം ഒഴികെ വേറെ എന്തെടുത്തിട്ടാലും നമുക്ക് സംസാരിക്കാൻ അറിയാം. പക്ഷേ യേശുവിനെ പറ്റി പറയാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കുകയാണ്. പ്രധാന കാരണം ലജ്ജയാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദേവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദേവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. സ്തോത്രം. ഏത് വാക്യമാ വായിച്ചത്? ലൂക്കോസ് 12 അല്ലേ? മത്തായി 10:32-33 കൂടെ വായിച്ചോളൂ. ഇതേ ഭാഗം തന്നെയാണ് ഒന്നും കൂടെ. മാത്യു 10:32 and 33. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. കണ്ടോ? ഇതുവരെയും സുവിശേഷീകരണത്തിൽ നാം പങ്കാളികളായില്ലെങ്കിൽ ഈ രാത്രി നമുക്കൊരു തീരുമാനത്തിലേക്കും കൂടെ എത്താം. 2024 ആദ്യ മാസമാണല്ലോ. നമുക്ക് വർഷവും മാസവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കർത്താവിന്റെ വേല ചെയ്യാനും ആത്മീയ തീരുമാനങ്ങൾ എടുക്കാനും പ്രത്യേക തീയതിയൊന്നും നോക്കേണ്ടതില്ല. എന്നാൽ ഇത് ഒരു നിമിത്തവും കൂടെയാണെന്ന് വെച്ചോളൂ, അത്രമാത്രം. നമുക്കൊരു തീരുമാനമെടുക്കാം. യേശുവിനെ സാക്ഷിക്കുവാൻ എവിടെ അവസരം ലഭിച്ചാലും ലജ്ജ കൂടാതെ ഞാൻ യേശുവിനെ സാക്ഷീകരിക്കും. പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്ന ഏവനും അത്
രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. സ്തോത്രം. സുവിശേഷത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് നാം ലജ്ജയില്ലാത്തവരായി, എവിടെയും യേശുവിനെ സാക്ഷീകരിക്കുന്നവരായി നാം തീരണം. ലൂക്കോസ് 9:26 കൂടെ വായിച്ചോ സുജ. ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. വിശുദ്ധ ദൂതന്മാരെ അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. താങ്ക് യു. സ്തോത്രം. കർത്താവ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ എന്ത് അസാൻമാർഗികതയും അശുദ്ധിയും ചെയ്യുവാൻ ലജ്ജയില്ലാത്ത ഈ തലമുറയുടെ മുമ്പിൽ സാക്ഷാൽ ദൈവപുത്രനായ പരിശുദ്ധനായ സ്തോത്രം സത്യമായ യേശുവിനെ സാക്ഷീകരിക്കുവാൻ നാം ലജ്ജിച്ചാൽ എങ്ങനെയാണ് കർത്താവ് പിതാവിന്റെ സന്നിധിയിലും വിശുദ്ധ ദൂതന്മാരുടെ മുമ്പിലും നമ്മെ ഏറ്റുപറയുക? മനസ്സിലായോ? ഈ തലമുറ, ദിസ് ജനറേഷൻ ഈസ് എ പെർവേർട്ട് ജനറേഷൻ. വഷളായി പോയ ഒരു തലമുറയാണ്. This generation, the people, they don't feel any shame to commit abominable things, that also in public. വളരെ പരസ്യമായി മ്ലേച്ഛത ചെയ്യുവാൻ ലജ്ജിക്കാത്ത ഒരു തലമുറ. അവരുടെ മുമ്പിലാണ് നാം ലജ്ജിക്കുന്നത്. ആരെക്കുറിച്ച്? നമ്മുടെ രക്ഷകനെ കുറിച്ച്, നമ്മുടെ അപ്പനെ കുറിച്ച്, പരിശുദ്ധനായ കർത്താവിനെ കുറിച്ച്. അയ്യോ, കർത്താവിന് സഹിക്കുമോ അത്? നമുക്കിന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാം. കർത്താവെ, ഇത്രയും നാൾ ഞാൻ അങ്ങയെപ്പറ്റി ലജ്ജിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സുവിശേഷം അറിയിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ധാരാളം അവസരങ്ങൾ അങ്ങ് ഒരുക്കി തന്നെങ്കിലും ഞാൻ അതൊക്കെ അവഗണിച്ചു. നമ്മൾ കയറി യാത്ര ചെയ്യുന്ന ഓട്ടോ ഡ്രൈവറോട് പറ, ടാക്സി ഡ്രൈവറോട് പങ്കുവയ്ക്കുക, നമ്മുടെ അയലത്തുകാരോട് പറയൂ, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് യേശുവിനെ പറ്റി പറയൂ. എവിടെയെല്ലാം നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നു അവിടെയൊക്കെ അറിയാവുന്നത്രയും പറഞ്ഞാൽ മതി. യേശു രക്ഷിതാവാണെന്നെങ്കിലും അങ്ങ് പറഞ്ഞാൽ മതി. സ്തോത്രം. സുവിശേഷം അറിയിക്കുവാൻ പണം കൊടുക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും മാത്രം തൃപ്തരാകരുത്. നാം വ്യക്തിപരമായി യേശുവിനെ പറ്റി സാക്ഷിക്കുവാൻ തയ്യാറാകണം. എങ്കിലേ കർത്താവ് നമ്മെപ്പറ്റിയും പിതൃസന്നിധിയിലും ദൂതവൃന്ദങ്ങളുടെ മധ്യത്തിലും വിശുദ്ധന്മാരുടെ സഭയിലും നമ്മെ ഏറ്റുപറയൂ. ഇല്ലെങ്കിൽ കർത്താവും നമ്മെക്കുറിച്ച് ലജ്ജിക്കും, നാണിക്കും. അങ്ങനെ ഒരിക്കലും ആകരുത്. ഇന്നത്തെ നിലയിൽ കർത്താവ് നമ്മെ ഏറ്റുപറയുമോ അതോ നമ്മെക്കുറിച്ച് നാണിക്കുമോ? അവരവർ വിലയിരുത്തിക്കൊള്ളട്ടെ. സ്തോത്രം. ഈ 6 വാഗ്ദത്തങ്ങൾ സർദീസിലെ സഭയ്ക്ക് നൽകിയത് നമുക്കും കൂടെ ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു നമുക്കവയെ ഉൾക്കൊള്ളാം, സ്വീകരിക്കാം. സുവിശേഷം അറിയിക്കുന്നവരും ഉടുപ്പും മലിനമാകാതെ സൂക്ഷിക്കുന്നവരുമായി നമുക്ക് തീരാം. സുവിശേഷം അറിയിക്കുന്നവരുടെ കാലുകൾ പർവ്വതങ്ങളിൽ
എത്ര മനോഹരം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആ മനോഹര പാദങ്ങളുള്ളവരായി നമുക്ക് കർത്താവിനെ സേവിക്കാം. ഈ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന തലമുറകളായി നമുക്ക് തീരാം. സ്തോത്രം. അതിനായിട്ട് ഈ വചനങ്ങൾ നമ്മെ ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.